കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് പഴംപൊരി അഥവാ ബോളി എന്ന പലഹാരം. ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ? കുക്കിങ്ങിൻ്റെയും വിദേശയാത്രകളുടെയും വീഡിയോ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. തലേന്ന് വൈകിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ 1 കപ്പ് വെള്ളത്തിൽ കലക്കി പുളിക്കാൻ വെച്ച് അതിൻ്റെ തെളി ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. 40 പഴംപൊരി ഉണ്ടാക്കുന്നതിന് 4 കപ്പ് മൈദയും 1 കപ്പ് വറുത്ത അരിപ്പൊടിയുമാണ് എടുക്കുന്നത്. ഇവിടെ US കപ്പിൻ്റെ അളവാണ് പറഞ്ഞത്. 1 കാപ്പി കപ്പ് 1.5 കപ്പ് അളവാണ്. ഇത് വറക്കാത്ത അരിപ്പൊടി ആയതുകൊണ്ട് 1 കപ്പ് അരിപ്പൊടി വറുത്തെടുക്കുകയാണ്. പഴംപൊരി ക്രിസ്പി ആയിരിക്കുന്നതിനാണ് 4:1 എന്ന അളവിൽ വറുത്ത അരിപ്പൊടി ചേർക്കുന്നത്. ഒരു കുഴിവുള്ള പാത്രത്തിൽ 4 കപ്പ് മൈദ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആ 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിൻ്റെ കളറൊക്കെ നന്നായി വരുന്നതിനാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഓവർനൈറ്റ് പുളിക്കാൻ വെച്ച് തെളിയിറ്റി കളഞ്ഞ പുളിമാവ് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ തലേദിവസം മാവ് പുളിക്കാൻ വെച്ചില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താലും മതിയാവും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നേരെ ചേർക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി ഈസ്റ്റ് ചേർത്ത് 10 മിനിറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ചേർക്കാൻ. അതുമല്ലെങ്കിൽ മാവ് കുഴച്ചിട്ട് 6 മുതൽ 8 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 250 മില്ലി വെള്ളം ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 250 മില്ലി വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പഴംപൊരിക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഒരു 250 ml വെള്ളം കൂടി ചേർക്കാം. മാവ് കൃത്യമായ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് പല പ്രാവശ്യമായി വെള്ളം ചേർക്കുന്നത്. അധികം ലൂസായി പോയാൽ മാവ് പഴത്തിൽ നല്ലപോലെ പിടിക്കില്ല. വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പം കൂടെ വെള്ളം ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. പെരുംജീരകമല്ല, ചെറിയ ജീരകമാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്താൽ വളരെ നന്നായിരിക്കും. എള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ജീരകം ഒരു നല്ല ഫ്ലേവർ നൽകും. എള്ള ഒരു ചെറിയ ഫ്ലേവറും കാണാൻ ഒരു ഭംഗിയും നൽകും. വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഒരു ഈവൻ കൺസിസ്റ്റൻസിയിൽ വേണം ഇളക്കിയെടുക്കാൻ. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. അധികം വെള്ളമായാൽ മാവ് പഴത്തിൽ നല്ലപോലെ പിടിക്കില്ല. വെള്ളം കുറഞ്ഞു പോയാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ക്രംസ് ഉണ്ടാവും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ടിത് 1 മുതൽ 2 മണിക്കൂർ വരെ പുളിച്ച് പൊങ്ങാൻ വയ്ക്കണം. പുളിച്ച് പൊങ്ങിയില്ലെങ്കിൽ പഴംപൊരിക്ക് ഒരു ഫ്ലഫിനെസ് വരികയില്ല. 40 പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടി 10 വലിയ പഴം 2 അറ്റവും അല്പം മുറിച്ച് കളഞ്ഞിട്ട് നടുവേ 2ആയി മുറിച്ചു. എന്നിട്ട് തൊലി പൊളിച്ച് കളഞ്ഞ് ഓരോ പീസും നടുവേ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഒരു പഴത്തിന് 4 പീസ് എന്ന കണക്കിൽ 10 പഴത്തിന് 40 പീസ്. നല്ല പഴുത്ത പഴമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പഴുത്ത് അവിഞ്ഞ പഴമാകരുത്. എന്നിട്ട് ഇങ്ങനെ കുഴിവുള്ള പാനിൽ എണ്ണയൊഴിച്ച് തീയ് ഹൈയിലിട്ട് എണ്ണ ചൂടാകാൻ വെക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്ക് വെച്ച് സെറ്റ് ചെയ്യണം. എന്നിട്ട് പഴം പീസുകൾ ഈ 1-2 മണിക്കൂർ പുളിച്ച മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. പാനിൻ്റെ വലുപ്പം അനുസരിച്ച് 4-5 എണ്ണം വരെ ഒരേ സമയം പൊരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇത് മൊത്തം നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ പഴംപൊരി അല്ലെങ്കിൽ ബോളി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചാനലിലുള്ള മറ്റു ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.